ചെറുപയർ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നാഴി ചെറുപയർ രാവിലെ വെള്ളത്തിലിട്ട് അതിന് ശേഷം വൈകിട്ട് ആ വെള്ളം ഊറ്റി കളയണം. കളഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ചെറിയൊരു കിളിർപ്പ് വരും. ആ കിളിർപ്പ് വരുമ്പോഴാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വേണ്ട ചെറിയ കിളിർപ്പ് വന്നു. ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചിട്ട് ഒരു പച്ചമുളകും ഒരു സവാളയും കൂടെ അതിനകത്ത് അരിയണം. ഞാൻ വെള്ളം ഒഴിക്കാതാണ് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് അരയ്ക്കാവുന്നതാണ്. അങ്ങനെ അരച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇളക്കിയെടുത്തതാണ്. ഇതുപോലെ സവാളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു മുട്ടയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലൂസ് കിട്ടും. കൂടുതൽ ഇച്ചിരി കൂടി ലൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാമേ. ഇതിപ്പോൾ ആവശ്യത്തിനുണ്ട്. ഈ മുട്ടയുടെ ആ വെള്ളമൊക്കെ കൂടെ ചേരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു ദോശ ഉണ്ടാക്കാനുള്ള ഒരു പരുവമാവും. ഇങ്ങനെ ഇളക്കിയെടുക്കണം. അല്പം വെള്ളം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാവേ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പം ഇച്ചിരി കട്ടിയായിട്ടിരിക്കും ഈ ബാറ്റർ. ഇങ്ങനെ ഇളക്കിയെടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തീ കത്തിച്ച് പിന്നെ ദോശക്കല്ല് ചൂടായതിന് ശേഷം അല്പം എണ്ണയും കൂടെ തൂത്തിട്ട് നമുക്കിത് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ദോശക്കല്ലൊന്ന് ചൂടായതിന് ശേഷം ഇത് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാം. പിന്നെ ഇച്ചിരി കൂടി ലൂസ് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ മുട്ടയില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. മുട്ടയില്ലാതെ പിന്നെ പച്ചമുളക് സവാളയൊന്നും ചേർക്കാതും അല്പം ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഷുഗറുകാർക്ക് നല്ലതാണ്. നമ്മളിത് ദോശ ചുട്ടതിന് ശേഷം പിന്നെ ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലും നല്ല കറികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മുക്കി കഴിക്കാനും നല്ലതാണ്. പിന്നെ ഈ കിളിർപ്പ് വരുമ്പം ഒത്തിരി കിളിർപ്പാകരുത്. ഒത്തിരി കിളിർത്ത് കഴിയുമ്പോൾ നമുക്കൊരു കമർപ്പ് പോലത്തെ ഒരു ചുവ പോലെ ഉണ്ടാകും. അപ്പോൾ ഒത്തിരി കിളിർപ്പാകരുത്. രാവിലെ നോക്കുമ്പോൾ ഒരു മുളപ്പ് വരികയല്ലേ, ആ മുളപ്പ് വരുമ്പോൾ നമ്മൾ അരച്ചെടുക്കണേ. അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ചെറുപയർ. അപ്പോൾ ഒന്നുകൂടി കിളിർപ്പ് വന്നതും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല ഇതാണ്, ആരോഗ്യത്തിന് നമുക്ക് നല്ലതാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണമേ. ചെറുപയർ ദോശ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചെറുപയർ കഴിച്ചാൽ അധികം വണ്ണമൊന്നും വെക്കുകയില്ല. സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് വണ്ണം വെക്കത്തില്ല, ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുപയർ വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചായിരുന്നു. അതും നല്ലതാണ്. ചെറുപയർ വട നല്ല ടേസ്റ്റാണ്. അതുമൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് മൂത്തിട്ടേ മറിച്ചിടാം. മൂക്കാതെ മറിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ ദോശക്കല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ച പോലെ ഇരിക്കുവേ. അതുകൊണ്ട് ഒത്തിരി കരിഞ്ഞും പോകരുത്. മുട്ട ഇട്ടുണ്ടാക്കുമ്പോൾ നമുക്കൊരു ഓംലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുവേ. അപ്പോൾ ചെറുപയറിൻ്റെ ഇതിനൊരു വ്യത്യാസം വരും. അല്ലാതെ മുട്ടയിടാത്തവർക്ക്, മുട്ടയിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ചെറുപയർ തന്നെ ഇട്ടരച്ച് ഉണ്ടാക്കാവുന്നതാണ്.
പിന്നെ ചെറുപയർ പുഴുങ്ങി കഴിക്കാനും നല്ലതാണല്ലോ. പിന്നെ ചെറുപയർ കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാം. ചെറുപയർ പായസമൊക്കെ ഉണ്ടാക്കാം, അതും നല്ലതാണ്. അല്പം കൂടി ലൂസായിട്ട് ഉണ്ടാക്കേണ്ടവർക്ക് അല്പം കൂടി വെള്ളം ഒഴിക്കുകയോ ഒരു മുട്ടയും കൂടി ചേർക്കുകയോ ചെയ്യാമേ. ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ, ഉപ്പും കൂടി പോകരുത്. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. നമ്മൾ ഫ്ലെയിം ഒത്തിരി പിന്നെ കൂട്ടിയിടരുത്. മീഡിയം ഫ്ലെയിമിലിട്ടേ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുക. അങ്ങനെ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കണേ. ഇത് ശരിക്കും ഒരു വശം മൂത്തില്ല, അതുകൊണ്ടാണ് ഈ അടിക്ക് പിടിച്ചത് കേട്ടോ. നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഉണ്ടാക്കി ഞാൻ കാണിക്കാമേ. നല്ലെണ്ണയാണ് നല്ലത്. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് തൂത്തിരിക്കുന്നത്. നല്ലെണ്ണ തൂത്ത് ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ല. അപ്പോൾ അടിക്ക് പിടിക്കത്തുമില്ലല്ലോ, ദോശക്കല്ലേ പിടിച്ച് വരത്തുമില്ലല്ലോ. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഉണ്ടാക്കണം. പിന്നെ സോപ്പിൻ്റെ അലർജിയൊക്കെ ഉള്ളവർ ഈ ചെറുപയർ പൊടിയൊക്കെ പിന്നെ ദേഹത്ത് തേച്ച് കുളിക്കാനൊക്കെ ഉപയോഗിക്കും. പണ്ടത്തെ കാലത്തൊക്കെ ചെറുപയർ പൊടിയൊക്കെയാണ് പിന്നെ ദേഹത്ത് തേക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ചെറുപയർ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ ഇത് കിളിപ്പിച്ച് നന്നായിട്ട് കിളുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഇലയും തണ്ടും കൂടി തോരൻ വെക്കാനും നല്ലതാണ്. ചെറുപയർ ദോശ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഷുഗറുകാർ ഇത് സ്ഥിരം കഴിച്ചാൽ അവരുടെ ഷുഗറൊക്കെ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാം. ഷുഗറുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതുപോലെ ചെറുപയർ ദോശ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. പിന്നെ നല്ല കറികൾ വേണം, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല കറികൾ വേണം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ വശം കൂടി മൂത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് എടുക്കണം. ഇതുപോലെ എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കണമേ. എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.